ഗോസിപ്പിന്റെ മറ്റൊരു തകർപ്പൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല ഞാനിത്തിരി ഇതായി അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വിജൃംഭിച്ച് പറഞ്ഞതാ. വിജൃംഭിക്കാറുണ്ട് ഞങ്ങള് ഇതുപോലെ എന്തായാലും ഗോസിപ്പിലേക്ക് എല്ലാവരും സ്വാഗതം. ഞങ്ങൾ ഇന്നും നിങ്ങളെ പലരുടെയും കുറ്റങ്ങൾ പറയാൻ വേണ്ടി ഓടി വന്നിരിക്കുകയാണ്. ഈ കുറ്റം പറയുന്ന ഒരു സമയത്താണ് ഞങ്ങൾക്ക് വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. കുറ്റം പറയും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവം. എന്റെ കുറെ ഫ്രണ്ട്സ് നിങ്ങൾക്കല്ല, നീ നിന്നെ തന്നെ പറയാൻ എനിക്കില്ല സ്വഭാവം എന്ന് വെച്ചാൽ ഫ്രണ്ട്സിന് മിക്ക ആൾക്കാർക്കുള്ള ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരിക്കേ, എന്തെങ്കിലും ചെറിയ കാര്യത്തിനൊന്നും തെറ്റിക്കഴിഞ്ഞാൽ പരസ്പരമുള്ള സീക്രട്സ് ഫുൾ അവിടെ കാണുന്നവരെല്ലാവരോടും റോട്ടിൽ കൂടി കാണുന്ന പട്ടീനോടും പശുവിനോടും പൂച്ചേനോടും കാറ്റിനോടും എല്ലാറ്റിനോടും പോയി പറഞ്ഞു കൊടുക്കടാ. ഭയങ്കര മോശമല്ലേ ഇത്? ഭയങ്കര മോശമല്ലേ? പിന്നെ നീ തന്നെ അടിച്ചു ദുഷ്മനായിന്ന് വിചാരിക്കും. അപ്പൊ നീ എന്റെ കുറ്റം പറഞ്ഞു നടക്കാൻ പാടുണ്ടോ? ഞാൻ നിന്റെ കുറ്റം പറഞ്ഞു നടക്കാൻ പാടില്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഞാനൊരു സൈക്കിളും ഒരു മൈക്കും എടുത്ത് ഇറങ്ങാൻ പോവാണ് നിങ്ങളുടെ കുറ്റം പറയാൻ വേണ്ടി. എന്തായാലും അടിച്ചു പിരിക്കില്ലേ? ഇതൊന്നുമല്ല സംഭവം. എന്ന് വെച്ചാൽ നമ്മള് ഫ്രണ്ട്സ് ചിലപ്പം പിരിയാം, അത് അതുപോലെ തന്നെ ഇണങ്ങുകയും ചെയ്യാം. പിരിയുമ്പം പല രഹസ്യങ്ങളുണ്ട്. അപ്പം എന്റെ കുറെ കാര്യങ്ങള് ഞാൻ കൊറേയൊക്കെ ഇവർക്ക് അറിയാം. അപ്പം ഞാൻ ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ അന്നേരം ഇവിടെ മൈക്കും ഇത് എടുത്തോണ്ട് ഇറങ്ങിയാലോ? ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ലൈഫിൽ എന്താ വേണ്ടത്? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. എന്ന് വെച്ചാൽ നന്ദി. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, ഒരുമിച്ച് കുറെ പ്രാവശ്യം ഫുഡൊക്കെ കഴിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു മറ്റു ചെയ്തു മറിച്ച് ചെയ്തു. അങ്ങനെ ഉദ്ദേശിച്ച ഒരുമിച്ച് ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോ ഇടയ്ക്ക് ബില്ല് അവൻ കൊടുക്കും, ഇടയ്ക്ക് ബില്ല് ഞാൻ കൊടുക്കും. അപ്പൊ ഞാൻ അവനോട് നന്ദികേട് കാണിക്കാൻ പാടില്ലല്ലോ. എന്താ ഞാൻ പാവപ്പെട്ട നിന്റെ പേയ്മെന്റ് കിട്ടുമ്പോ ഞാനതിന്ന് വലിച്ചോളാം. എന്തായാലും ഇതാണ് സംഭവം. കാരണം ഫ്രണ്ട്സ് എപ്പോഴും ഒന്ന് പിരിഞ്ഞു എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അങ്ങോട്ട് പറഞ്ഞു നടക്കരുത്. നാളെ ചിലപ്പോൾ നിങ്ങൾ നന്നാവും, പക്ഷെ ഇങ്ങനെയൊക്കെ ആ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസം പോകും. പിന്നെ എനിക്ക് ഇവന്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ തോന്നും, അവൻ പോയി പറഞ്ഞു കൊടുക്കുന്ന ടീമാണ്. അപ്പൊ ഇവനോടുള്ള ദേഷ്യത്തിന് ഞാൻ ചിലപ്പോൾ അവന്റെ കുറ്റവും പറഞ്ഞു കൊടുക്കും. അപ്പൊ രണ്ടുപേരും തമ്മിൽ ഒരു വിലയിലുണ്ടായി പോകും, ഭയങ്കര മോശമായി പോകും. ഞങ്ങൾ പറയില്ല, അപ്പൊ നിങ്ങളും പറയരുത്. അതാണ് നമ്മുടെ ഉപദേശം. എന്തായാലും നമുക്ക് ഗോസിപ്പ് തുടങ്ങേണ്ട സമയമായി. നിങ്ങൾ ഗോസിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ അറിയാം. അപ്പം ഇന്ന് ഞാൻ ചിലർക്കടി ചില പണി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സൂര്യ, എനിക്ക് ഇന്നെ നടത്തില്ലേ ഇന്ന് ഗോസിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. നിന്നെ കളിയാക്കി തുടങ്ങാനുള്ള ഒരു അവസരമാണ് എനിക്ക് തോന്നി. എനിക്ക് തോന്നി അതെ, ഷാറുഖ് ഖാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഭയങ്കര ഫാനാണ് ഷാറുഖ് ഖാൻ്റെ. ഭയങ്കര ഫാൻ എന്ന് വെച്ചാൽ ഭയങ്കര ഫാൻ. ഷാറുഖ് ഖാൻ എന്ന് വെച്ചാൽ അങ്ങ് ചാകും. പക്ഷേ ഞങ്ങളുടെ തല പൊട്ടിച്ചു. എന്തടി, എന്താ പുച്ഛം? അല്ല, എനിക്ക് പുച്ഛമൊന്നുമില്ല. ഞാൻ അജിത്തിനെ എനിക്ക് ഇഷ്ടമാണ്, നല്ല ആക്ടറാണ്. പക്ഷേ അജിത്ത് എന്ന് പറയുന്ന ഒരാൾ, അയാൾ നല്ലൊരു ടീച്ചർ, പുതിയ മൂവിന്റെ എന്നെ അറിഞ്ഞാലും മൂവിന്റെ ടീച്ചർ, ഷാറുഖ് ഖാന്റെ ഹാപ്പി ന്യൂ ഇയർ, ഋതിക് റോഷന് ബാങ് ബാങ്, ഇതിന്റെയൊക്കെ തകർത്ത് ടീച്ചർ കണ്ടിരിക്കുന്നു. 32 ലക്ഷമാണ്. ഒരു കാര്യം, 1.5 കാര്യം പറഞ്ഞു. ഷാറുഖ് ഖാന്റെ മൂവി റിലീസ് ചെയ്യുന്നതിന്റെ കുറച്ച് ദിവസം മുന്നെയാണ് ടീച്ചർ ഇട്ടത്. അതുകൊണ്ട് അത്ര വ്യൂസ് കിട്ടിയില്ല. അപ്പോഴേക്കും പെട്ടെന്ന് മൂവി റിലീസ് ചെയ്തു. അതെ, എന്നാ ഷാറുഖ് ഖാന്റെ ടീച്ചർ റിലീസ് ആണല്ലോ. അതുപോലെ തന്നെ ഇത് എന്തായാലും നമ്മുടെ ഷാറുഖ് ഖാനെ പൊട്ടിച്ചല്ലോ. എനിക്ക് സന്തോഷമായി. ഇവിടെ ചില ചുമന്ന ഡ്രസ് ഇട്ട് നിൽക്കുന്ന ചില അഹങ്കാരികൾ ഭയങ്കര ജാടയാണ്. ഷാറുഖ് ഖാൻ നോക്കുമ്പോൾ ചാകാൻ പോകുന്നു. ഞാൻ വളർന്നിട്ടുണ്ട്, ഇത്രയൊക്കെ വളർന്നാൽ മതി. ഇല്ല, ഞാൻ പോവില്ലോ, എനിക്കിഷ്ടമല്ലല്ലോ. എടാ നമ്മുടെ തല എന്താ സ്റ്റൈല്. ആർക്ക് തലക്ക് ഹൈറ്റില്ലോ? എന്റെ ഷാറുഖ് ഖാൻ പിന്നെ 6 അടി ഹൈറ്റ് ആണല്ലോ. ഷാറുഖ് ഖാൻ എന്താ അറിയാമെന്നെ, കേരളത്തിൽ വരിക, കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള എങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പൊക്കുക. നീ കുറിച്ച് നോക്കടി, നിന്നെ ഞാൻ ഒരു കൈക്ക് പൊക്കാലോ. എന്തായാലും വേറെ കാര്യമുണ്ട്.
ക്ലീൻ ഷേവ് ഷാറുഖ് ഖാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ തലയിലത്ര വരത്തില്ല എന്നുള്ളത് നമുക്കറിയാം. ഷാറുഖ് ഖാൻ തലയും കൂടി നിന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ പൊക്കം കൂടുതൽ തലയ്ക്ക് തന്നെ ആയിരിക്കും. അത് ആ വലിയൊരു തലയും ഒരു വലിയൊരു ശരീരം ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. അതെ, തമിഴന്മാരെയും മലയാളികളെയും തൊട്ട് കളിക്കണ്ട. ഞങ്ങൾ ഒരു കുടുംബത്തിൽപ്പെടുന്ന ആൾക്കാരാട്ടാ. കളിക്കല്ലേ? ഹിന്ദി പറഞ്ഞേ. ഹിന്ദി പോലോ ഹിന്ദി പോലും നേരം അറിയത്തില്ല. ഷാറുഖ് ഖാന്റെ പടം പോയിരുന്ന് കാണും, എന്നിട്ട് അടുത്തുള്ള ചേച്ചി പോലെ ഇരിക്കുമ്പോ ചിരിക്കും. എന്താണോ എന്തോ ഇതൊന്നുമല്ല സത്യം. എന്തായാലും ടീസർ 32 ലക്ഷം പേര് കണ്ടിരിക്കുന്ന തലയുടെ. നമ്മൾ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ? നല്ലൊരു പടമാവട്ടെ. ഗൗതം മേനോന്റെയും അജിത്തിനെ കൂട്ടുകെട്ടാണ്. അപ്പൊ നമുക്ക് സൂര്യ എന്തായാലും നമുക്ക് സൂപ്പർ പാട്ട് അല്ലേ, ഒരു അടിപൊളി പാട്ട് പെട്ടെന്ന്. ഓ പിന്നെ ഞാനേ വല്ല പട്ടീന്നോ പശുന്നൊക്കെ വിളിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുവോ? നീ എന്നെ വിളിച്ചോ. എന്തായാലും ഒരാളുടെ ഇഷ്ടമാണ് എനിക്കെന്ന് വെച്ചാൽ എന്തോ സൂര്യ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂര്യനെ. കാരണം എൻ്റെ കോയാങ്കറാണ്, എൻ്റെ നല്ല ഫ്രണ്ടാണ്. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ എന്ത് വിളിച്ചാലും നമ്മൾ സമ്മതിക്കുന്നു. എന്താ ആക്ച്വലി എന്താ പ്രശ്നം? ആയിക്കോട്ടെ, ഭയങ്കര ചളിയായിരുന്നെങ്കിലും കേട്ടിരുന്നപ്പോൾ എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. ഇതാണ് ചളി എന്ന് പറയുന്നത്. അതിൽ ഒരു ചളിയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. നീ എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും ചളിയായിട്ട് തോന്നുന്നത്. ഓഹോ, അത് നിനക്ക് ചളിയാണല്ലേ? ഇനി എൻ്റെ അടുത്ത് വന്നിട്ട് ഓസിന് ഫുഡ് മേടിച്ചതാ, സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ കാശില്ലാത്ത ഞാനല്ലേ കോടീശ്വരിയായ സൂര്യക്കുട്ടി ഇത് മേടിച്ചു തരണം. ജനങ്ങള് കേൾക്കുന്നുണ്ടോ? ഇങ്ങനൊന്നും പറയല്ലേ. കോടീശ്വരിയല്ലേ? എന്തായാലും എന്താ കാര്യം പറഞ്ഞു? ഈ പട്ടിയും പൂച്ചയും തന്നെ വിളിക്കാനാണോ? നിന്നെ വിളിക്കാനല്ല, നീ കേട്ടായിരുന്നോ ഒരു പുതിയ കഥ? എന്താണ്? നമ്മുടെ കത്രീന കൈഫിന്റെ കാര്യം. കത്രീന കൈഫ് മറ്റേ ക്യാറ്റ്. അതെ, നമുക്ക് സൂര്യക്ക് പൂച്ചനെ ഇഷ്ടമല്ലേ? എനിക്ക് പൂച്ചേനെയാണ് ഭയങ്കര ഇഷ്ടമല്ലേ? പട്ടീനേലും ഇഷ്ടം പൂച്ചേനെയാ. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ്, എനിക്ക് പട്ടീനെ ഇഷ്ടം. ഭയങ്കര സ്നേഹമാണ് എനിക്ക് പട്ടിയോട്. സ്നേഹമാണ്, പക്ഷെ പൂച്ചാണ് ഭയങ്കര ക്യൂട്ടല്ല. അതിനെങ്ങനെ പിടിക്കാനാണ്? നേരെ എങ്ങനെ പൂച്ചനെ വാലൊക്കെ കുടിക്കുമ്പോൾ മാന്തം കടിക്കുകയൊക്കെ ചെയ്യും. മാന്തം കടിക്കൊന്നും ചെയ്യില്ല. ഇഷ്ടം സത്യം ആണ്. എനിക്ക് അതിനൊന്നിനെ മേടിക്കണം എന്നുണ്ട്. ഞാൻ വൈകാതെ തന്നെ. എടാ അതിലും കുറവാണ്, 10 to 15 ഒക്കെ കിട്ടും. കിട്ടും. പേർഷ്യക്കാരന്റെ വിലയൊക്കെ പറയുന്നേ കുന്നംകുളം. ഞാൻ കുന്നംകുളംകാരിയല്ല, എന്നാലും കുന്നംകുളം തൊട്ട് കളിക്കണ്ട. ഓക്കെ, ഞാൻ പോകുന്ന വഴിയാണ് കുന്നംകുളം. ഓ അതാണ്, പോകുന്ന വഴി മറക്കരുതെന്നൊക്കെ പറയുന്നത്. സൂര്യ പോകുന്ന വഴി മറക്കാറില്ല. എന്തായാലും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കത്രീന കൈഫിനെ ആരെങ്കിലും കയറി ക്യാറ്റിനെ വിളിച്ചാൽ പുള്ളിക്കത്തി അപ്പൊ തോക്കെടുക്കും. ഈ തോക്കും അങ്ങനെയൊക്കെയാണ് കണ്ടത്. അറിയാൻ പറ്റില്ല, മറ്റേ പൊട്ടാസൊക്കെ പിടിക്കുന്ന ഒരു സാധനം പൊട്ടാസ്. എന്തായാലും നമ്മുടെ ഇതൊരു എന്താണെന്നറിയോ, സൂര്യക്ക് ഒരു ഇരട്ടപ്പേരുണ്ടല്ലോ. എനിക്ക് ഇരട്ട പേരില്ല, ഒന്നും പറയില്ലേ. എടാ പ്ലീസ്, എന്ന് കഷ്ടമുണ്ടോ പറയില്ല പ്ലീസ്. പക്ഷേ സൂര്യനെ ഇരട്ടപ്പേര് വിളിക്കുമ്പോൾ ചീത്ത ദേഷ്യം വരില്ലേ? എനിക്ക് നല്ല ദേഷ്യം വരും. എനിക്ക് നല്ല സുന്ദരമായ ഒരു പേരുണ്ട് സൂര്യ. അതുണ്ടാവുമ്പോ പിന്നെ എന്തിനാ അവരുടെ പൂച്ചയെ പട്ടിയെന്നൊക്കെ വിളിക്കാൻ നിൽക്കുന്നത്? അതേപോലെ തന്നെ പാവം കത്രീനയ്ക്ക് കത്രീന കൈഫ് എന്നുള്ള നല്ല പേരുണ്ടാവുമ്പോ എന്തിനാ വെറുതെ പൂച്ച മ്യാവൂന്നൊക്കെ ഇവനുണ്ടല്ലോ. നമ്മളൊരു കാര്യം ആരോടെങ്കിലും വിളിക്കരുതെന്ന് പറഞ്ഞുണ്ടല്ലോ, അങ്ങനെ വിളിക്കും. വിളിച്ചു പറഞ്ഞാ അപ്പൊ അവർക്ക് അങ്ങനെ വിളിക്കും. കത്രീന ഇങ്ങനെ ഇരിക്കുമ്പോ അടുത്തോളൊക്കെ പോയിട്ട് എന്തായാലും ഇതൊക്കെയാണ് സംഭവം. അപ്പം കത്രീനെ തന്നെ നമുക്ക് അപ്പൊ നമുക്ക് ഈ ഗോസിപ്പോട് വൈൻഡപ്പ് ചെയ്യാം. എന്തോ നീ പറ. ഞാൻ അത്ര നേരം കലകല വെച്ചോണ്ടിരിക്കുന്നു, നീ കലകല വെച്ചോണ്ടിരിക്കും. ഞാനെന്തല്ല പറയാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ഗോസിപ്പ പറയാൻ പറഞ്ഞേ. ആൾക്കാരൊക്കെ ഗോസിപ്പിന് വേണ്ടിട്ട് റിലീസായി, ഞാൻ പോയി കണ്ട്. എന്നിട്ടൊന്ന് സൂപ്പർ മൂവി അല്ലേ? പക്ഷെ ഒരു കാര്യം പറയട്ടെ, രജനീകാന്ത് ഭയങ്കര റൊമാൻറ്റിക് ആണ് സിനിമയില്. പുള്ളി പറഞ്ഞടാ, പുള്ളിക്കാരൻ ഭയങ്കര സങ്കടം. കാരണം പുള്ളിക്കറിയാലോ, നമുക്കറിയാം പുള്ളിക്ക് 60-70 വയസ്സാറായി. 60 ഷഷ്ടിമൂർത്തിയൊക്കെ കഴിഞ്ഞു. എന്തായാലും പുള്ളി പറഞ്ഞതെന്നറിയോ, മകളുടെ പ്രായമുള്ള കൊച്ചുമുത്ത് ഒരു പാട്ടൊക്കെ കളിച്ചു. പുള്ളി പറയാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ക്യാമറ ഫേസിൽ വെച്ചപ്പോ പേടിച്ചിട്ടില്ല. പക്ഷെ
ഇത് ഭയങ്കര ചെയ്യുമ്പോ ഭയങ്കര ടെൻഷനായിരുന്നു. പുള്ളിക്കാരൻ എങ്ങനെയാ പറഞ്ഞ ദൈവത്തിന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇതാണെന്നാ പറഞ്ഞത്. പിന്നെ വേറെ കാര്യം ഉണ്ട്, പുള്ളി പറയാണ് മറ്റേ ഇതിനകത്തൊരു ഓടുന്ന ട്രെയിനിൽ മറ്റേ ചാടി കയറുന്ന സംഭവം, ആ സീനിൽ പോലും പുള്ളിക്ക് ടെൻഷനില്ലായിരുന്നു. പക്ഷെ ഡുവറ്റ് ചെയ്യണം, സോനാക്ഷിയായിട്ട് പുള്ളിക്കാരത്തിയായിട്ട് പാടണം, ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിന്റെ കിളി പോയി. കിളി പോകും. പക്ഷെ അങ്ങനെ തുറന്ന് സമ്മതിച്ചു. എത്ര വലിയ മനസ്സുള്ള ഒരാൾ. വേറെ വല്ലവരാണെങ്കിൽ അങ്ങനെ പറയുമോ? നമ്മുടേതും അങ്ങനെയൊക്കെ ഉണ്ട്, ഞാനിത് പറയുന്നില്ല, അറിയാലോ, അതുകൊണ്ട് പറയണ്ട. ചിലർക്കൊന്നും നാണമില്ല, അത് വേറെ കാര്യം. അവരങ്ങനെ സമ്മതിക്കത്തുമില്ല, അത് പച്ചയായ ഒരു സത്യം. പക്ഷെ വേറെ കാര്യം പറയട്ടെടാ, സോനാക്ഷി സിൻഹയും അതുപോലെ തന്നെ രജനീകാന്തിന്റെ മകളും ഒരുമിച്ച് കളിച്ചു വളർന്നതാണെന്നൊക്കെ. ഈ സോനാക്ഷി ചെറുതായിരിക്കുമ്പോ തൊട്ട് രജനീകാന്തിന്റെ വീട്ടിൽ വരികയൊക്കെ ചെയ്തു, അങ്ങനെ കളിച്ചു വളർന്ന കൊച്ചു കയ്യിലെടുത്ത് വളർത്തിയിട്ട് അവസാനം കൂടെ പാട്ടൊക്കെ പാടി അഭിനയിക്കുമ്പോ വല്ലാത്തൊരിതല്ലേ. പക്ഷെ അനുഷ്കന്റെ കൂടെ അഭിനയിച്ചപ്പോഴും പുള്ളിക്കാരൻ ഈ സെയിം ഫീലിംഗ് ഉണ്ടായിന്നാ പറയുന്നത്. ആണോടാ? അനുഷ്ക ഒരുമാതിരി എന്താ ഹിമാലയം പർവ്വതം പോലെ ഒരു സാധനമാണ്. സോനാക്ഷി സിൻഹ സോനാക്ഷി അത്രയില്ലടാ. ഓ, അത് വേറെ ഹിമാലയം. എന്റെ ഒരു ഫ്രണ്ട് അനുഷ്കനെ എയർപോർട്ടിൽ വെച്ച് കണ്ടിട്ട്, പുള്ളിക്കാരത്തി കുഞ്ഞാണ്, പുള്ളിക്കാരത്തി മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ആളുടെ ഹൈറ്റ് ഒരു സാധനം പോകും, ഒരു ആചാര സാധനം അനുഷ്ക. എന്തായാലും പക്ഷെ സോനാക്ഷി ഒരു കുഞ്ഞു കുട്ടീന്റെ ഒരു ഫേസ് കട്ടല്ലേ. എനിക്ക് സോനാക്ഷിനെ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലോ. സോനാക്ഷി തൊട്ട് കളിക്കരുത്. സോനാക്ഷി തൊട്ട് അപ്പൊ ഞാൻ ഷാറുഖ് ഖാനെ തൊടും. നിനക്കും കുറെ ഇഷ്ടമുള്ള കമലഹാസനും അവരും വരൊക്കെ ഉണ്ട്, ഞാൻ അവരെ തൊട്ട് കളിക്കും. പക്ഷെ ഇതൊന്നും അല്ല സത്യം. നമ്മുടെ രജനീകാന്ത് ലിങ്കിൽ ഡ്യുവറ്റിലൊക്കെ പൊളിച്ചിട്ടുണ്ട് പുള്ളി. എല്ലാരും പോയി മൂവി കാണാം. നീ കണ്ടോ 17 ദിവസമാകുമ്പോ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യും. അതിനു മുമ്പ് വല്ല സിനിമയിലും വല്ല ഡയറക്ടർമാരെ വിളിച്ചാൽ മതിയായിരുന്നു. എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Gossip.